ഈ വീട് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മുരുക്കുംപുഴയ്ക്കടുത്ത് വരിക്കമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ ആക്ച്വലി കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഒരു 7 വർഷത്തോളമായി നമ്മളിവിടെ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പുതിയ വീടെടുക്കാം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ തന്നെ നോക്കിയത് ഒരു നല്ല കോൺട്രാക്ടറെ എങ്ങനെ കിട്ടുമെന്നായിരുന്നു. കുറേ കോൺട്രാക്ടറെ സമീപിച്ചെങ്കിലും നമുക്കത്ര ഒരു ഗുഡ് വർക്കായിട്ട് തോന്നിയില്ല. മനോരമയിൽ ഫീച്ചർ ചെയ്തൊരു വീട്, അതിൽ നമ്മൾ വിനായക ഹോംസ് എന്ന് പറഞ്ഞ ഒരു ബിൽഡേഴ്സാണ് അവർ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർക്കിടെക്റ്റായ രോഹിത് റോയ് അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. അപ്പോൾ വിനായക ഹോംസ് ആണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ലജുവിനെ പരിചയപ്പെടുകയും അപ്പോൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ വർക്കിനോടുള്ള ഒരു ഡെഡിക്കേഷനൊക്കെ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ലജു ചെയ്ത പ്രൊജക്റ്റും വർക്കുകളെല്ലാം കാട്ടുതന്നു. ഒരു ദിവസം കംപ്ലീറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വർക്കെല്ലാം നല്ല രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും അവരുടെ ആ വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥത നമുക്കത് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി രോഹിത് റോയിയോട് പറഞ്ഞായിരുന്നു. അങ്ങനെ രോഹിത് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വർക്ക് തുടങ്ങി. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ്. മാക്സിമം ലൈറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ലിവിങ്ങിൽ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ട് ഒരു വലിയ ഗ്ലാസ് വിൻഡോ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ തന്നെ ഒരു സ്റ്റെയറും. ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ വുഡൻ തീമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അവർ ചെയ്ത് വന്നപ്പോഴേക്കും നല്ല നീറ്റായിട്ട്, അതായത് അവർ 3D ചെയ്ത് അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് രോഹിത് നല്ല മനോഹരമായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്തതും നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിൽ വിചാരിച്ച അതേ കണക്കാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിനോട് തൊട്ട് ചേർന്നൊരു പാഷ്യോ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഗ്രീനറി വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം ഗ്രീനറി പ്രൊവൈഡ് ചെയ്തിട്ടാണ് വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്കൊരു പൂജ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് പുറകിലായിട്ട് നമ്മളൊരു കിച്ചണും ഒരു വർക്ക് ഏരിയയും ഉണ്ട്. അവിടെ ചെറിയൊരു സ്റ്റോർ റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നു. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെയർ തന്നെയാണ്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജ് മോഡൽ പോലെയാണ്. അതിൻ്റെ താഴെയാണ് ഒരു കോർട്ട്യാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോർട്ട്യാർഡിലേക്ക് മാക്സിമം സൺലൈറ്റ് കിട്ടാൻ വേണ്ടി സ്റ്റെയറിൻ്റെ മുകളിൽ സ്ട്രക്ചറിൽ തന്നെ 3 ഹോൾസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ടോപ്പിൽ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ലിവിങ്ങിൽ നമ്മൾ പകൽ സമയത്ത് ഇരിക്കുകയാണെങ്കിൽ ഫുൾ ലൈറ്റാണ്. പകൽ സമയത്ത് ഒരു ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 4 ബെഡ്റൂമാണ് വരുന്നത്. 2 ബെഡ്റൂം താഴത്തെ നിലയിലും 2 മുകളിലത്തെ നിലയിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊരു അപ്പർ ലിവിങ് സ്പേസും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വൈഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എൻ്റെ പേര് ശ്രീലകം. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന പോലെയായിരുന്നു ഞങ്ങൾക്കത് വീട്. അപ്പോൾ ഇവിടെ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വൈഫാണ് ഈ വിനായക ഹോംസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും ലജുവിനെ പരിചയപ്പെടുന്നതും പിന്നെ രോഹിത് ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുന്നതും എല്ലാം. ലജുവിനെ കുറിച്ച് കൂടുതലായി പറയാൻ എല്ലാത്തിലും അവൻ ലജു കൂടെ തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ട്വിൻസാണ്. അപ്പം നമുക്ക് 2 പേർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനും കൂടെ നിന്നെല്ലാം ചെയ്തതൊക്കെ അവനാണ്. വർക്കേഴ്സ് ആയി കഴിഞ്ഞാലും എല്ലാവരും നല്ല കോപ്പറേറ്റീവാണ്. അപ്പം താങ്ക്സ് ടു വിനായക ഹോംസ്, എസ്പെഷ്യലി ലജു.